വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. മുള്ളൻകൊല്ലി വാഴപ്പിള്ളി ജോസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ കാട്ടാനെ ആക്രമിക്കുകയായിരുന്നു. ഒരു പ്രതികരണം കാണാം. ഒരു ആന ഞങ്ങളുടെ നേരെ കൂടി വന്നു. ബൈക്കിനായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ബൈക്കിൻ്റെ മുന്നിൽ പെട്ടുപോയി. ആ പെട്ടിട്ട് ഞങ്ങൾ അവിടെ ഉരുണ്ട് വീണു. ഞാൻ പറയാതെ ഒരു ഓടി ഇവൻ ആനയുടെ മുന്നിൽ പെട്ടു. ആന ചവിട്ടാൻ തുടങ്ങി. ഞാൻ ഒച്ചപ്പാടൊക്കെ വെച്ചപ്പോഴത്തേനും ആന തിരിച്ച് എൻ്റെ നേരെ ഓടി വന്നു. ഞാൻ പറയാതെ ഒരു ഓടിക്കഴിഞ്ഞ് ആന ജോസിൻ്റെ നേരെ വീണ്ടും ചെന്നു. അതിൽ നിന്ന് തിരിച്ച് കാട്ടിലേക്ക് തന്നെ അത് കയറി. അതിൻ്റെ കൂടെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അതിന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കമൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ശരിയാണ്. കമൽ, അവർ തന്നെ പറയുന്നതാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളത്. നിസ്സാര പരിക്കുകളേ ഉള്ളൂ അല്ലേ? സാരമായ പരിക്കേറ്റിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇവർ സഹോദരങ്ങളാണ്. പുൽപ്പള്ളിയിൽ നിന്ന് കാട്ടിക്കുളത്തെ ഒരു ബന്ധുവീട്ടിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു. പോയത് ഈ ചേകാടി വഴിയുള്ള വനപാതയിലൂടെയാണ്. ഇരുവശത്തും കാടായിട്ടുള്ള വനപാതയാണ്. എപ്പോഴും ആനയുണ്ടാകുന്ന സ്ഥലമാണ്. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ആന ഓടി വരികയായിരുന്നു. ഇവർ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി. ഒരാളെ ചവിട്ടാൻ ആന നോക്കിയെന്ന് പറയുന്നു. അപ്പോഴേക്ക് സഹോദരൻ ബഹളം വെച്ച് ആനയെ ഓടിച്ചു. എന്തായാലും വീണ് പരിക്കേറ്റതാണ്. മുഖത്ത് സ്റ്റിച്ചുണ്ട്. ആനയുടെ ഭാഗത്തു നിന്നുള്ളൊരു ആക്രമണം ഉണ്ടായില്ല. 2 പേരുണ്ടായിരുന്നത് ബഹളം വെച്ചതൊക്കെ കൊണ്ട് തന്നെ ആന കാട്ടിലേക്ക് കയറിപ്പോയി. അതുകൊണ്ട് തന്നെ സാരമായ ഒരു പരിക്ക്, ഗുരുതരമായ ഒരു പരിക്ക് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കമലാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാന ബൈക്കിന് നേരെ ഓടിയെടുക്കുകയായിരുന്നു. നിസ്സാരമായ പരിക്കുകളോടെ രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയ ആശ്വാസകരമായ കാര്യം.